ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്തങ്ങ് ഇറങ്ങി നടക്കാമെന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ എത്രപേർക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു സംശയം വേണ്ടതില്ല. DC എന്നത് ഈ രാജ്യത്തെ ഒരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പദവി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അല്ലാതെ രാജ്ഭവനിൽ നിന്നോ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് DC പ്രവർത്തിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ 4 BCമാർ ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചു, നിങ്ങളിങ്ങനെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോകുന്നത് ശരിയാണ്? സംഘപരിവാരത്തിന്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിൽ BCമാർ മാറുക. എവിടേക്കാ പോകുന്നത്? ആരോടാണ് ഇവർക്ക് കൂറ്? ആരോടാണ് പ്രതിബദ്ധത? കേരളത്തിലെ ഗവൺമെന്റാണ് ശമ്പളം കൊടുക്കുന്നത്. നല്ല ലാഭകൃതമാണ്. 6 ഏക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പൊട്ടിക്കാത്തുകൊണ്ടുള്ള പണത്തിനെടുത്തിട്ടല്ല കുമാർ കാർക്കും ഒറ്റൊരെണ്ണത്തിനും ശമ്പളം കൊടുക്കുന്നത്.